ഹലോ. അപ്പം നമ്മൾ IT നോക്കിയിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ IT-യിലെ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിലേക്ക് നമുക്ക് പോകാം. കാരണം ഹാർഡ്വെയറും കഴിഞ്ഞു, സോഫ്റ്റ്വെയറും കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ശൃംഖല. അപ്പോൾ ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇതാണ് ഏറ്റവും നല്ല ഒരു മീഡിയ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇതാക്കാനായിട്ട്. കൂടുതലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലിയും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെൻറ്റൻസ് വരെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഒരു വിനിമയ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെയും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപകരണത്തിൻ്റെയും, അതായത് പ്രിൻ്ററോ സ്കാനറോ മോഡം CD ഡ്രൈവ് അങ്ങനെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ശൃംഖല എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയറുകളോ തമ്മിൽ ബന്ധിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിനെ നമ്മൾ കമ്പ്യൂട്ടർ ശൃംഖല അഥവാ നെറ്റ്വർക്ക് എന്ന് പറയും. ഈ ഉപകരണങ്ങൾക്ക് പരസ്പരം വിവരങ്ങൾ വിനിമയം നടത്തുവാനും നിർദ്ദേശങ്ങൾ കൈമാറുവാനും ഡാറ്റയും ഉപകരണങ്ങളും പരസ്പരം പങ്കിടുവാനും സാധിക്കുന്നു. ഒരു ശൃംഖലയിൽ ഉള്ള കമ്പ്യൂട്ടറുകളെ കേബിളുകൾ, ടെലിഫോൺ ലൈനുകൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ഉപഗ്രഹങ്ങൾ ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കാം. അപ്പോൾ നമുക്ക് വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിൽ റേഡിയോയോ ഇൻഫ്രാറെഡോ, അല്ലെങ്കിൽ ഇതിനും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാം സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹങ്ങളുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ നീഡ് ഫോർ നെറ്റ്വർക്ക് എന്താണ് നമ്മുടെ ശൃംഖലയുടെ ആവശ്യകത അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യകത എന്താണെന്ന്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇമെയിൽ, ഓൺലൈൻ പത്രങ്ങൾ, ബ്ലോഗുകൾ, ചാറ്റിംഗ്, ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ തുടങ്ങിയവ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലാത്ത കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പല മേന്മകളും നമുക്കിതിൽ നിന്നും ഉണ്ടാവും. അതെന്താണെന്നൊക്കെ നോക്കാം. വിഭവം പങ്കുവയ്ക്കൽ, വില പ്രകടന അനുപാതം, വിവര വിനിമയം, വിശ്വാസ്യത, വിപുലീകരിക്കുവാനുള്ള സാധ്യത. അപ്പോൾ വിഭവം പങ്കുവയ്ക്കൽ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഷെയറിങ്, വില പ്രകടന അനുപാതം എന്ന് പറഞ്ഞാൽ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, വിവരവിനിമയം കമ്മ്യൂണിക്കേഷൻ, വിശ്വാസ്യത റിലയബിലിറ്റി, വിപുലീകരിക്കുവാനുള്ള സാധ്യത സ്കേലബിലിറ്റി. അപ്പോൾ എന്താണ് ഈ റിസോഴ്സ് ഷെയറിങ് അഥവാ വിഭവം പങ്കുവയ്ക്കൽ എന്ന് പറഞ്ഞാൽ? ഈ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ലഭ്യമായിട്ടുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പങ്കിടുന്നതിനെ നമുക്ക് വിഭവങ്ങളുടെ പങ്കുവയ്ക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പ്യൂട്ടറിൻ്റെ DVD ഡ്രൈവിൽ നിന്നാണ് ഒരു DVDയുടെ ഉള്ളടക്കം മറ്റൊരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റ് ഹാർഡ്വെയർ ഉപകരണങ്ങളായിട്ടുള്ള ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയവയും സോഫ്റ്റ്വെയറുകളായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ആൻറ്റിവൈറസ് തുടങ്ങിയവയൊക്കെ ഒരു കമ്പ്യൂട്ടർ ശൃംഖല വഴി പരസ്പരം പങ്കിടാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ പിന്നെ ഒരു ഇത്തിരി കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രിൻ്റർ നമ്മൾ വാങ്ങിച്ചു. വീട് വേണ്ട ഒരു സ്ഥാപനം 5 കമ്പ്യൂട്ടറുള്ളൊരു സ്ഥാപനം. ഇത് ഓരോ കമ്പ്യൂട്ടറുകൾക്കും ഓരോ പ്രിൻ്റർ വാങ്ങിക്കുക എന്നത് അത്ര ഫീസിബിളായിട്ടുള്ള കാര്യമല്ല. പകരം ഈ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രിൻ്ററിനെ നമുക്ക് ഈ 5 കമ്പ്യൂട്ടറിലേക്കും ബന്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഈ റിസോഴ്സ് ഷെയറിങ് അഥവാ വിഭവം പങ്കുവയ്ക്കൽ എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വില പ്രകടന അനുപാതം. ഒരു കമ്പ്യൂട്ടറിൽ ലഭ്യമായ വിവരങ്ങൾ ശൃംഖലയിലൂടെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി എളുപ്പത്തിൽ പങ്കിടുവാൻ കഴിയുന്നു. ലൈസൻസുള്ള സോഫ്റ്റ്വെയർ ഓരോ കമ്പ്യൂട്ടറിനും വാങ്ങുന്നതിനുള്ള ചെലവ് അത്തരം സോഫ്റ്റ്വെയറിൻ്റെ ശൃംഖല പതിപ്പുകൾ വാങ്ങിക്കൊണ്ട് കുറയ്ക്കുവാൻ കഴിയും. വിഭവങ്ങളുടെ ഇത്തരത്തിലുള്ള ഉപയോഗം കമ്പ്യൂട്ടറിൻ്റെ പ്രകടനത്തെ ബാധിക്കാത്ത വിധത്തിലും കൂടാതെ കുറഞ്ഞ ചിലവിൽ ഗണ്യമായ ലാഭത്തിലേക്ക് നയിക്കുന്ന തരത്തിലും ആയിരിക്കും. അതിന് നമുക്ക് നേരത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു പ്രിൻ്റർ വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് 5 കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 5 പ്രിൻ്ററിൻ്റെ കാശ് നമുക്ക് ലാഭമായിട്ട് കിട്ടില്ലേ? അതിന് തന്നെയാണ് നമ്മൾ ഈ വില പ്രകടന അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിവരവിനിമയം. ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങിയ സേവനങ്ങളിലൂടെ ശൃംഖലയിലുള്ള മറ്റേതെങ്കിലും ഉപഭോക്താവുമായി വിവരവിനിമയം നടത്തുവാൻ
കമ്പ്യൂട്ടർ ശൃംഖല സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് ലക്ഷ്യസ്ഥാനത്തിലെത്തുവാനുള്ള ദൂരം കണക്കിലെടുക്കാതെ വളരെ വേഗത്തിൽ സന്ദേശങ്ങൾ അയക്കുവാനും സ്വീകരിക്കുവാനും കഴിയുന്നു. അപ്പോൾ വിവരവിനിമയം, നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങും അഥവാ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ മീറ്റൊക്കെ യൂസ് ചെയ്യില്ലേ. ഇപ്പോൾ വിദേശത്തുള്ള നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി അവരൊക്കെയായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ സന്ദേശങ്ങൾ, ഇപ്പോൾ വാട്സപ്പ് സന്ദേശം, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇനി വിശ്വാസ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ശൃംഖല ഉപയോഗിച്ച് ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ ആവശ്യമായ വിവരങ്ങൾ നിരവധി പകർപ്പുകൾ സൂക്ഷിക്കുവാൻ കഴിയുന്നു. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടറിൽ സംരക്ഷിച്ചിട്ടുള്ള C++ ഫയലുകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ എന്നിവ അതേ ശൃംഖലയിലെ മറ്റ് കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും കമ്പ്യൂട്ടറിന് തകരാറുണ്ടായാൽ അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ആ ഫയലുകൾ നഷ്ടപ്പെട്ടു പോവുക, ഈ ഫയലുകളെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ശൃംഖലയിൽ തന്നെയുള്ള മറ്റു കമ്പ്യൂട്ടറുകളിൽ നിന്ന് നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരേ ഫയലിൻ്റെ തന്നെ കോപ്പി മറ്റുള്ളതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളെന്ത് പറയാം, അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള വിശ്വാസമില്ലേ, ആ ഒരു വിശ്വാസ്യതയാണ് നമുക്ക് എന്താ പറയുക വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. ഇനി വിപുലീകരിക്കാനുള്ള സാധ്യത, അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് കമ്പ്യൂട്ടറുകളുടെ എണ്ണം കൂട്ടിയും കുറച്ചും ശൃംഖലയുടെ പ്രവർത്തനക്ഷമത ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇതിനു പുറമെ ശൃംഖലയിലേക്ക് കൂടുതൽ സംഭരണ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ശൃംഖലയുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പ്രിൻ്റർ, ഒരു കമ്പ്യൂട്ടറുള്ളൂ. നമുക്ക് ഇപ്പോൾ എന്താ IT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി വീട്ടിൽ ചെയ്യണം. ഇപ്പം എന്താ പ്രിൻറ്റിങ് ഒരു സെക്ഷൻ വീട്ടിൽ ഒരു ഇതുപോലെ ഒരു കടമുറിയൊക്കെ എടുത്ത് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സ്റ്റാഫിന് ഇടണം. അപ്പോൾ അഡീഷണലായിട്ടൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട് ഈ നെറ്റ്വർക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇത്തിരി വലിയ പ്രിൻ്റർ വാങ്ങണം. അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഇങ്ക് ജെറ്റാണ്. ഇപ്പോൾ ലേസർ പ്രിൻ്റർ ആഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം നെറ്റ്വർക്കിൽ. അങ്ങനെ നമുക്ക് ഇഷ്ടം ഉള്ളത്ര ഡിവൈസുകൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെന്ത് പറയുക, സ്കേലബിലിറ്റി അഥവാ വിപുലീകരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. ഇനി കുറച്ച് കീ ടേംസ് അഥവാ പ്രധാന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ. അതിൽ ആദ്യത്തെയാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്നാൽ നിശ്ചിത സമയത്ത് നിശ്ചയ മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡാറ്റയുടെ അളവാണ്. ഒരു എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് ടൈം, ഇപ്പോൾ 1 മിനിറ്റ് എന്നാണ് എടുക്കണമെന്ന് വെച്ചാൽ ആ മിനിറ്റിൽ എത്രത്തോളം ഡാറ്റ നമുക്ക് കൊടുക്കാം അതിലൂടെ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള അളവിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഹൈവേയിലൂടെയോ അല്ലെങ്കിൽ ഒരു പൊതു റോഡിലൂടെയോ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. റോഡിൻ്റെ വീതി കൂടുന്തോറും അതിലൂടെ കടന്നു പോകുവാൻ കഴിയുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണാം. മാത്രമല്ല ഇവിടെ ഇടുങ്ങിയ റോഡിനേക്കാൾ വേഗത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വീതിയുള്ള റോഡിന് ഇടുങ്ങിയ റോഡിനേക്കാൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വീതി കൂടുന്തോറും ബാൻഡ് വിഡ്ത്ത് കൂടുമെന്നുള്ളത്. ഇനി ഒരു ശൃംഖലയിൽ കമ്പ്യൂട്ടറുകൾക്കിടയിൽ പരമാവധി കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ അളവിനെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നു. ഇതിനെ ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ പ്രതിനിമിഷ മാത്രകൾ എന്ന് പറയും. BPS എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്ന രീതിയിൽ ഡിജിറ്റൽ സമ്പ്രദായത്തിൽ ഇതിനെ അളക്കുന്നു. ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ BPS. ഇനി മലയാളത്തിൽ ഇതിൽ കൊടുത്താക്കുന്നതാണ് പ്രതിനിമിഷ മാത്രകൾ. അതിലിപ്പോൾ സെക്കൻഡിൽ എത്ര ബിറ്റ് പോകുന്നു എന്നാണ് കണക്കാക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് കൂടുതലാകുമ്പോൾ ഡാറ്റയ്ക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ ആ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ബാൻഡ് വിഡ്ത്ത് കൂടുന്തോറും നമുക്ക് കൂടുതൽ ഡാറ്റ കൈമാറാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ശൃംഖലയിലൂടെ വലിയ അളവിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിൽ കേബിൾ മോഡം വഴിയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ 25 Mbps ബാൻഡ് വിഡ്ത്ത് നൽകുന്നു. അപ്പോൾ കേബിൾ മോഡത്തിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്രത്തോളം ബാൻഡ് വിഡ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ 25 Mbps
ആണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് ഓർക്കുക. ഈ നോയ്സ് എന്താണ്? ഇപ്പം നോയ്സ് സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം ഞാനിവിടെ വോയിസ് തരുകയാണ്, ഈ വോയിസ് ഓവർ ചെയ്യുകയാണ്. ഇപ്പോൾ വോയിസ് ഓവറിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത് ഞാൻ തരുന്ന ആ സൗണ്ട് കൂടാതെ അഡീഷണലായിട്ട് പുറത്തുനിന്ന് സറൗണ്ടിങ്സിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടാണ്. അത് നിങ്ങൾക്കൊരു ശല്യമല്ലേ? അപ്പോൾ അതേപോലെയുള്ള ശല്യത്തിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. അപ്പോൾ അത് നമ്മളൊരു ഡാറ്റ സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ പറയുകയാണെങ്കിൽ ഡാറ്റ സിഗ്നലിൻ്റെ നിലവാരം കുറയ്ക്കുന്നതോ സിഗ്നലുകളുടെ അല്ലെങ്കിൽ ഡാറ്റയുടെയോ നീക്കത്തിനെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ഏതൊരു അല്ലെങ്കിൽ മറ്റൊരു അനഭിമതമായിട്ടുള്ള അനഭിമതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡിസ്റ്റർബിങ് എന്ന് ഉദ്ദേശിക്കണ ആ ഒരു തരംഗത്തിന് നമുക്ക് എന്ത് പറയാം? നോയ്സ് എന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് വരുന്ന സിഗ്നലുകളെ, ഇപ്പോൾ സമീപത്തുള്ള സംപ്രേക്ഷണ ഉപകരണങ്ങളിൽ നിന്നും മറ്റൊരു യന്ത്രങ്ങളിൽ നിന്നുമൊക്കെ കേബിളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സിഗ്നലുകളാണ് ഇതിന് കാരണം. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ടെക്സ്റ്റുകൾ, പ്രോഗ്രാമുകൾ, ചിത്രങ്ങൾ, ഓഡിയോ തുടങ്ങിയ എല്ലാ ഡാറ്റയും നോയ്സ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. പണ്ട് TV ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കേബിൾ കറക്റ്റായിട്ട് കേബിളല്ല, നമ്മുടെ ആൻറ്റിന കറക്റ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നില്ലേ? അത് ഈ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടാനാണെന്ന് പറയണത്. അപ്പം അങ്ങനെ വെച്ചില്ലെങ്കിൽ വേറെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരില്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. അതാണ് നമ്മൾ നോയ്സ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഏതൊരു ഉപകരണത്തെയും നമുക്ക് നോഡ് എന്ന് പറയാം. അഥവാ കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിൻ്റർ, ഇങ്ങനെ ഏതൊരു ഉപകരണത്തെയും നമുക്ക് നോഡെന്ന് പറയാം. ഉദാഹരണമായിട്ട് സ്കൂളിൽ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളെ നോഡെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ ആ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ ഒരു നോഡായിട്ട് ആയി മാറുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഏതൊരു ഉപകരണത്തിന് നമുക്ക് നോഡെന്ന് പറയാം. അത് കമ്പ്യൂട്ടർ ആവാം, സ്കാനർ ആവാം, പ്രിൻ്റർ ആവാം. ഇനി നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സംപ്രേക്ഷണ മാധ്യമത്തിലൂടെ രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ നടത്തുന്ന ഡിജിറ്റൽ വിവരങ്ങളുടെ കൈമാറ്റത്തെ ഡാറ്റയുടെ വിനിമയം അഥവാ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കണ്ട ഒരു പ്രേക്ഷക സ്വീകരണ ഉപകരണം, ഒന്നല്ല രണ്ട് പ്രേക്ഷക അല്ലെങ്കിൽ സ്വീകരണ ഉപകരണം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി വിനിമയം സാധിക്കുമെന്നുള്ളതാണ്. അപ്പം പ്രേക്ഷക എന്നുദ്ദേശിക്കുന്നത് എന്താ പറയുക, കൊടുക്കുന്ന ആളും, സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യണ ആളും. അപ്പോൾ പ്രേക്ഷകന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം സെൻഡർ എന്ന് പറയാം. ഇനി ഒരു ഡാറ്റയുടെ വിനിമയ സംവിധാനം നിർമ്മിക്കുന്നതിന് 5 അടിസ്ഥാന ഘടകങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യത്തേതാണ് സന്ദേശം അഥവാ മെസ്സേജ്. വിനിമയം ചെയ്യേണ്ട പ്രധാന വിവരങ്ങളാണ് ഇതിൽ ടെക്സ്റ്റുകൾ, ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആ ഷെയർ ചെയ്യേണ്ട ആ വിവരത്തിന് നമുക്ക് എന്ത് പറയാം? മെസ്സേജ് അഥവാ സന്ദേശം എന്ന് പറയാം. അത് ടെക്സ്റ്റുകളാവാം, ചിത്രങ്ങളാവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെൻഡറും റിസീവറും. സെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് സന്ദേശം അയക്കുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെയും ഉപകരണങ്ങളെയും പ്രേക്ഷകനെന്നോ ഉറവിടമെന്നോ സംപ്രേക്ഷണ സാമഗ്രി എന്നോ വിളിക്കാം. അതായത് സന്ദേശം കൊടുക്കുന്ന ആൾ. അപ്പോൾ സ്വീകർത്താവ് അഥവാ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആൾ. ഇനി മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകനിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്വീകർത്താവിലേക്കുള്ള സന്ദേശം സഞ്ചരിക്കുന്ന ഒരു ഭൗതിക പാത എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വേ. അതിനാണ് നമ്മൾ മീഡിയ എന്ന് പറയുന്നത്. നോഡുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയെ ഇത് സൂചിപ്പിക്കുന്നു. നോഡുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഏതൊരു ഉപകരണത്തിനും നമുക്ക് നോഡെന്ന് പറയാം. അപ്പോൾ ഈ നോഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ പാത്തിനെ നമുക്ക് മീഡിയം എന്നും പറയാം. ഇനി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകനും സ്വീകർത്താവും സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ഇടതുവശത്ത് ചേർന്ന് വണ്ടി ഓടിക്കുന്നതും
വലതുവശം ചേർന്ന് നടക്കുന്നതും എന്നൊക്കെ നമ്മളോട് പറയില്ലേ, അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യണതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിക്കണം. അതിനെ നമ്മൾ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ മീഡിയം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീഡിയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സന്ദേശം വഹിക്കുവാൻ കഴിയുന്ന ഒരു മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റയുടെ വിനിമയ പ്രക്രിയ പൂർണ്ണമാകുകയുള്ളൂ. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മാധ്യമത്തെ വിവരവിനിമയ പാത അല്ലെങ്കിൽ വിനിമയ മാധ്യമം എന്ന് വിളിക്കാം. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ വിവരവിനിമയത്തിനായി 2 തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഗൈഡഡ് മാധ്യമം, അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അൺഗൈഡഡ് മാധ്യമം, അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഗൈഡഡ് മാധ്യമത്തിലെ കേബിളുകൾ എങ്ങനെയായിരിക്കും? ഗൈഡഡ് മാധ്യമത്തിൽ നമുക്ക് എന്തായിരിക്കും? കേബിളുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം അൺഗൈഡഡ് മാധ്യമത്തിൽ നമുക്ക് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ് തരംഗങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഒക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗൈഡഡ് മാധ്യമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വയറുകൾ ഉപയോഗിക്കുന്ന ഓർത്താൽ മതി. ഈ അൺഗൈഡഡ് മാധ്യമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയർലെസ് സംവിധാനം. അപ്പോൾ ഈ ഗൈഡഡ് മാധ്യമം, അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇവയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഡാറ്റ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന ഗൈഡഡ് മാധ്യമങ്ങൾ. അപ്പം അതിൽ ആദ്യത്തെ ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ ഈഥർനെറ്റ് കേബിൾ എന്ന് നമുക്ക് പറയാം. അതെന്താണെന്ന് നോക്കാം. ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലകൾക്ക് അനുയോജ്യമായതും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു മാധ്യമമാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. പണ്ട് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണേ. അപ്പോൾ വ്യത്യസ്ത നിറങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന 4 ജോഡി വയറുകളെ ഒരു കവചം കൊണ്ട് സംരക്ഷിച്ചു കൊണ്ടുള്ള രൂപകൽപ്പനയാണ് ഈ ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. അപ്പം പെയർ എന്ന് പറയുമ്പോൾ തന്നെ ജോഡിയാണ്. അപ്പം 4 ജോഡി വയറുകളെ തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുള്ള 4 ജോഡി വയറുകളെ ഒരു കവചം കൊണ്ട് സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള രൂപകൽപ്പനയാണ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയാം. ഇത് തന്നെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഉണ്ട്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് നോക്കാം. പേര് പോലെ തന്നെ ഇതിൽ കവചമില്ല. ഇപ്പോൾ കണ്ട 4 എന്താ പറയുക, പെയർ ഓഫ് വയറുകൾ, അതിന് 4 നിറങ്ങളായിരിക്കും. അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കേബിൾ കവചം ഉണ്ടാവും. ഈ കവചം ഇല്ലാത്തതിന് നമുക്ക് അൺഷീൽഡഡ് എന്ന് പറയാം. അപ്പോൾ അൺഷീൽഡഡിൻ്റെ സവിശേഷതകൾ വളരെ കുറഞ്ഞ ചിലവിൽ ചെറിയ ശൃംഖലകൾ നിർമ്മിക്കുവാനും കനം കുറഞ്ഞതും വഴക്കമുള്ളതുമായിട്ടുള്ള കേബിളാണ്. വളരെ എളുപ്പത്തിൽ ശൃംഖല ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാം. 100 മീറ്റർ ദൂരത്തിൽ വരെ ഡാറ്റയെ വഹിച്ചു കൊണ്ട് പോകാനുള്ള കഴിവ്. അപ്പോൾ 100 മീറ്ററൊക്കെയാണ് ഈ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിൻ്റെ എന്ന് ഓർക്കാം. അപ്പോൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോഴോ, ഇപ്പം ഇതിൽ വെറുതെ ഒരു എന്താ പറയുക, ഒരു കവചം കൊടുത്തിട്ടുള്ളൂ. വെറുതെ കവചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിന് കണ്ട കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ കവറൊക്കെ ചെയ്ത് അങ്ങനെ ഷീൽഡ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതിനാണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയാം. അപ്പോൾ UTP കേബിളിനെ പോലെ തന്നെയാണെങ്കിൽ STPയിൽ ജോഡികളായിട്ടുള്ള വയറുകളെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. ഈ ജോഡികളെ പരസ്പരം കണ്ട, ഇതിൽ ജോഡികളെ പരസ്പരം എന്താ പറയുക, ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടൊരു കവചത്തിൻ്റെ ഉള്ളിലാണ് ഇടുന്നതെങ്കിൽ ഇതിൽ ഓരോ ജോഡിനെയും കവർ ചെയ്തിട്ട് കൊടുക്കുന്നതും കൊണ്ടാണ് ഇതിനെ ഷീൽഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോയ്സിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഈ കേബിള് ഉള്ളത്. ഇതിന് UTP കേബിളിനേക്കാൾ വില കൂടുതലാണ്. UTP കേബിളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ STP കേബിളുകൾ സ്ഥാപിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ ഈ കവറിങ് എന്തിനാണെന്ന് വെച്ചാൽ നോയ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേണ്ടാത്ത സിഗ്നലുകളൊക്കെ വന്ന് നമ്മുടെ ഡാറ്റയുടെ ആ ഒരു യഥാർത്ഥ ഒരവസ്ഥ ഇല്ലാതാകും എന്നുള്ളതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഷീൽഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു കണക്ടർ ഉണ്ട്, RJ45. ഈ കണക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ UTP STP കേബിളുകളെയൊക്കെ
കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഈ RJ45യുടെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ട. ഇതാണ് RJ45 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ആളാണ് നമ്മുടെ കോയാക്സിയൽ കേബിൾ. കോയാക്സിയൽ കേബിളിൻ്റെ ഉൾഭാഗത്ത് ഒരു ചാലകത്തെ പൊതിഞ്ഞുകൊണ്ട് ഒരു ഇൻസുലേറ്റർ ട്യൂബും വീണ്ടും അതിനെ പൊതിഞ്ഞുകൊണ്ടൊരു ചാലകവും ഉണ്ടായിരിക്കും. ചാലകം എന്ന് ഉദ്ദേശിക്കുന്ന ഷീൽഡ്. അതിന് പുറമെ ഈ റെസിസ്റ്റൻസിന്, അതായത് പ്രതിരോധത്തിനായിട്ടുള്ളൊരു കവചം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു കോയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. അതെ, ഇതിൽ കണ്ട ഒരു കോപ്പർ വയർ, അതിൻ്റെ പുറമെ ഒരു ഇൻസുലേഷൻ കോപ്പർ വയർ അതിൻ്റെ പുറമെ ഒരു കോപ്പർ വയർ മെഷ്, അതിൻ്റെ പുറമെ നമ്മൾ സാധാ വയറിൽ കാണുന്ന ആ ഒരു പുറം കവചം. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദൂരത്തിലേക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ അൺഷീൽഡറൊക്കെ ഒരു 100 മീറ്റർ എന്ന് പറഞ്ഞു. ഇത് 185 മീറ്റർ മുതൽ 500 മീറ്റർ വരെ ഒറ്റയടിക്ക് ഡാറ്റ വഹിച്ചു കൊണ്ട് പോകാൻ സാധിക്കും. ഉയർന്ന ബാൻഡ് വിഡ്ത്താണ്. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റഡ് പെയറിനേക്കാൾ ഇത്തിരി കൂടി മെച്ചപ്പെട്ടതാണ്. പിന്നെന്താ, വളരെ ഉയർന്ന ബാൻഡ് വിഡ്ത്താണ് ഉള്ളത്. ഈ പുറംചട്ട ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തോതിലുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളെ തടസ്സപ്പെടുത്താൻ മാത്രമേ അതിനെ തടസ്സപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നോയ്സ് റെസിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ട്വിസ്റ്റഡ് പെയർ കേബിളിനേക്കാൾ കനം കൂടിയ രൂപകൽപ്പനയാണ്. നമ്മൾ പറഞ്ഞല്ലോ 3-4-5 കവചങ്ങൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പം തന്നെ കനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വഴക്കം വളരെ കുറവാണ്. പിന്നെ അത് കൂടാതെ തന്നെ സ്ഥാപിക്കാനായിട്ട് ഇതിന് ഇത്തിരി കൂടി പ്രയാസമാണ്. ഇനി അടുത്ത ആളാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഫൈബർ ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സാധനം തന്നെ. ഇതെന്താണ്? ഡാറ്റയെ പ്രകാശ കണികാ രൂപത്തിൽ ഒരു നീളം കൂടിയ കനം കുറഞ്ഞ ഗ്ലാസ് ട്യൂബിലൂടെ കടത്തിവിടുന്ന രൂപകൽപ്പനയാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളത്. പ്രകാശത്തിൻ്റെ വേഗതയിൽ ഡാറ്റയെ വേഗത്തിൽ ദൂരത്തേക്ക് സംരക്ഷണം ചെയ്യുവാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിന് കനം കുറഞ്ഞ ഗ്ലാസ് ട്യൂബാണ് യൂസ് ചെയ്യണത്. കവചങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഇതിന് കനം കുറവാണ്. നമ്മൾ നേരത്തെ ട്വിസ്റ്റഡ് പെയർ അല്ല, നമ്മുടെ കോയാക്സിയലിൽ പഠിച്ചപ്പോൾ കുറേ കവചങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കവചങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഗ്ലാസ് ട്യൂബിന് വളരെ കനം കുറവാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശ കണികാ രൂപത്തിലാണ് ഡാറ്റ സംരക്ഷണം ചെയ്യണത്. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ വേഗതയിൽ വളരെ ദൂരത്തേക്ക് ഈ ഡാറ്റ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കോറ്, ക്ലാഡിങ്, അതിൻ്റെ പുറമെ കവചം, അതിൻ്റെ പുറമെ ഫൈബറിന് ബലം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ പുറമെ കേബിൾ കവചം, ഇതൊക്കെയാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലുള്ളത്. അപ്പോൾ ഈ കോർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധ്യഭാഗത്ത് കൂടി പ്രകാശം കടന്നു പോകുന്ന കനം കുറഞ്ഞ ഗ്ലാസിൻ്റെ കുഴലിനെയാണ് നമ്മൾ കോർ എന്ന് പറയുക. ഇനി ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ കോർ ഭാഗത്തെ പൊതിഞ്ഞുകൊണ്ട് പ്രകാശത്തെ കോറിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ നടക്കണമെങ്കിൽ ഒരു 6 ആഗ് പോലെയാണ് ഈ പോകുന്നത്. അപ്പോൾ പ്രകാശം നേരെ പോകുന്നതിന് പകരം അടിച്ചു തട്ടി പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ക്ലാഡിങ് എന്ന് പറയുന്നത്. കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈർപ്പത്തിൽ നിന്നും തകരാറിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് കേബിളിൻ്റെ പ്ലാസ്റ്റിക് കവചം. അപ്പോൾ ഇതിന് കേടുപാടൊക്കെ പറ്റാതിരിക്കാനായിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനമാണ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ 100 കണക്കിനോ 1000 കണക്കിനോ ആയിട്ടുള്ള ഇതേപോലുള്ള കുറേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളെയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കവചമുണ്ട്. അതിനെ നമ്മൾ ജാക്കറ്റ് എന്ന് പറയും. ഇനി അർദ്ധചാലക ഉപകരണങ്ങളായിട്ടുള്ള LED, ലേസർ ഡയോഡ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഉത്ഭവസ്ഥാനത്ത് വെച്ച് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ വൈദ്യുത തരംഗങ്ങളെ പ്രകാശ തരംഗങ്ങളാക്കി മാറ്റുന്നു. അതിനെ മോഡുലേഷൻ എന്ന് പറയും. മറുഭാഗത്ത് ഫോട്ടോ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റിസീവർ പ്രകാശ തരംഗങ്ങളെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഉപയോഗിച്ച് തിരികെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നു. അതിനെ ഡീമോഡുലേഷൻ എന്ന് പറയും. ഇനി ലേസർ ഡയോഡുകൾക്ക് ദൂരപരിധിയും കൈമാറ്റ വേഗതയും LED ഡയോഡുകളേക്കാൾ കൂടുതലാണ്. നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, അർദ്ധചാലക ഉപകരണങ്ങളായിട്ടുള്ള LED അല്ലെങ്കിൽ ലേസർ ഡയോഡായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ തുടക്ക സ്ഥാനത്ത് നമുക്ക് എന്താ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ അതെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ വൈദ്യുത തരംഗങ്ങളെ പ്രകാശ തരംഗങ്ങളാക്കി മാറ്റുന്നു.
ഇപ്പം പറഞ്ഞല്ലോ, പ്രകാശത്തിൻ്റെ വേഗതയിലല്ലേ ഡാറ്റ വയ്ക്കണം, പ്രകാശ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ മോഡുലേഷൻ എന്ന് പറയും. ഇനി നമ്മുടെ റിസീവർ എൻഡിൽ ഇതിനെ ഫോട്ടോ ഡിറ്റക്ടർ, ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്ന പ്രകാശം, ഈ പ്രകാശത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒപ്റ്റിക്കൽ റിസീവർ ഉണ്ടാവും. അത് ഈ പ്രകാശ തരംഗങ്ങളെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഉപയോഗിച്ച് തിരികെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ ഡീമോഡുലേഷൻ എന്ന് പറയും. ഈ ലേസർ ഡയോഡുകൾക്ക് ദൂരപരിധിയും കൈമാറ്റ വേഗതയും LED ഡയോഡുകളേക്കാൾ കൂടുതലാണ്. അപ്പോൾ ലേസറാണ് ഇത്തിരി കൂടി മികച്ചതെന്ന് ഓർക്കുക. ഇനി നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഉയർന്ന ബാൻഡ്വിഡ്ത്തിൻ്റെ ശബ്ദവും വീഡിയോവും ഡാറ്റയും ഒക്കെ കൈമാറ്റം ചെയ്യുന്നു. ഒറ്റയടിക്ക് ഡാറ്റയെ ദീർഘദൂരത്തേക്ക് എത്തിക്കുന്നു. ഡാറ്റ കൈമാറ്റം ചെയ്യുവാൻ പ്രകാശ കണികകൾ ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ല. ഇതാണ് മെയിൻ പോയിന്റ്. ഇത് ഏതൊരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ലേ, അപ്പോൾ അതിലിത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ കൈമാറ്റം ചെയ്യുവാൻ പ്രകാശ കണികകൾ ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ ഉണ്ടാവില്ല, അതായത് നോയ്സ് ഇല്ല. ഇനി കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ചെലവേറിയതും കാര്യക്ഷമവും കൂടിയതുമായിട്ടുള്ള മാധ്യമമാണ് ഇത്. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ അഥവാ പരിപാലനവും സ്ഥാപിക്കലും പ്രയാസകരവും സങ്കീർണവുമാണ്. അപ്പോൾ ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും, ഒറ്റയടിക്ക് ദീർഘദൂരത്തേക്ക് എത്തിക്കാൻ സാധിക്കും, പിന്നെന്താ നോയ്സ് ഇല്ല, പിന്നെ ഏറ്റവും ചിലവേറിയതും കാര്യക്ഷമത കൂടിയതുമാണ്. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഇത്തിരി സങ്കീർണമാണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത് അൺഗൈഡഡ് മീഡിയം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വയർലെസ് ആയിട്ടുള്ളത്. ഇനി വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വയർലെസ് വിവരവിനിമയത്തിനായിട്ട് കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തരംഗ ദൈർഘ്യത്തെ ഹെഡ്സ് എന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആവൃത്തിയെ അടിസ്ഥാനമാക്കി വിവിധ തരം വൈദ്യുത കാന്തിക തരംഗങ്ങൾ കാണിച്ചിരിക്കുന്നു. ഈ വിഭാഗത്തിൽ വയർലെസ് വിവരവിനിമയത്തിനായിട്ടുള്ള റേഡിയോ തരംഗങ്ങളും മൈക്രോ തരംഗങ്ങളൊക്കെ നമുക്ക് ഇൻഫ്രാറെഡ് തരംഗങ്ങളൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ എന്താ പറയുക, വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഈ വയർലെസ് സാങ്കേതിക വിദ്യക്ക് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നവ, തരംഗദൈർഘ്യം കൂടിയത്, അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് 3 കിലോ ഹെഡ്സ് മുതൽ 3 ഗിഗാ ഹെഡ്സ് വരെയാണ് ഒരു റേഡിയോ തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ ഹ്രസ്വ ദീർഘദൂര സംരക്ഷണത്തിന് യൂസ് ചെയ്യുന്നു. ഇത്തരം തരംഗങ്ങളെ വളരെ എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതിന് പുറമെ അവയ്ക്ക് തടസ്സങ്ങൾ മറികടക്കുവാനുള്ള കഴിവുമുണ്ട്. അക്കാരണത്താൽ വിവരവിനിമയത്തിന് എല്ലാ മേഖലകളിലും, അതായത് കെട്ടിടങ്ങൾക്കുള്ളിലും പുറത്തും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. കോർഡ്ലെസ് ഫോണ്, പിന്നെ AM, FM റേഡിയോ സംപ്രേക്ഷണം, പിന്നെ മൊബൈൽ ഫോൺ, ഇതിലൊക്കെ നമ്മൾ റേഡിയോ തരംഗമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിശയിലേക്ക് റേഡിയോ തരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിവുള്ളതിനാൽ സ്വീകരിക്കുവാനും പ്രസാരണം ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നേർക്കുനേർ വരണമെന്നില്ല. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് അല്ല, ഇപ്പം നമ്മൾ TV ഓണാക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, റിമോട്ട് യൂസ് ചെയ്യല്ലേ, അപ്പോൾ TVക്ക് നേരെ തന്നെ പിടിച്ചിട്ടല്ലേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നമുക്ക് റേഡിയോ തരംഗങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എല്ലാ ദിശയിലേക്കും റേഡിയോ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിവുണ്ട്. പിന്നെ വയറധിഷ്ഠിത മാധ്യമമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ചെലവ് കുറവാണ്. മിക്ക വസ്തുക്കളിലൂടെ കടന്നു പോകാനുള്ള കഴിവുണ്ട്. പ്രസാരണത്തെ മോട്ടോറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നേരത്താണ് നോയ്സിന് സാധ്യതയുണ്ട്. പിന്നെ സുരക്ഷിതത്വം കുറഞ്ഞ വിനിമയ രീതിയാണ്, അതായത് ക്രെഡിബിലിറ്റി ഇല്ല. ഇത് നമുക്ക് എന്താ പറയുക, മോഷ്ടിച്ചിട്ട് പോകാനായിട്ട് സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഈ റേഡിയോ തരംഗങ്ങൾ ഉപയോഗത്തിന് ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദം ആവശ്യമാണ്. റേഡിയോ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കതിന് ലൈസൻസ് വേണം. അപ്പം നമ്മൾ
ഇപ്പോൾ റേഡിയോ തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ റേഡിയോ സ്റ്റേഷനും ഓരോ കോഡില്ലേ. ഇപ്പോൾ റേഡിയോ മാംഗോ 91.9 അങ്ങനെയൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് കിട്ടണമെങ്കിൽ അതിന് ലൈസൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദം നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മുടെ മൈക്രോവേവ്സ് അഥവാ സൂക്ഷ്മ തരംഗം. ഈ മൈക്രോവേവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 300 മെഗാ ഹെഡ്സ് മുതൽ, അതായത് 0.3 ഗിഗാ ഹെഡ്സ് മുതൽ 300 ഗിഗാ ഹെഡ്സ് വരെയാണ് നമ്മുടെ മൈക്രോ തരംഗങ്ങളുടെ ആ ഒരു ആവൃത്തി എന്ന് പറയുന്നത്. ഈ മൈക്രോ തരംഗങ്ങൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നതും ഖരപദാർത്ഥങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകാത്തതുമാണ്. അപ്പം നേരത്തെ നമ്മൾ റേഡിയോയുടെ ഇത് പറഞ്ഞപ്പോൾ അത് നേരെ ആവണമെന്ന് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ മൈക്രോവേവ്സ് ആണെങ്കിൽ നേരെ തന്നെ സഞ്ചരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ റേഡിയോയിൽ പറഞ്ഞു ഏതൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെയും കടന്നു പോകാനുള്ള ശക്തി അതിനുണ്ടെന്ന്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഖരപദാർത്ഥങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഉയരം കൂടിയ ടവറുകൾ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ മൈക്രോവേവ് ആൻറ്റിനകൾ ഉറപ്പിച്ചിട്ട് ദീർഘദൂര പ്രസരണം സാധ്യമാക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കെട്ടിടം, ആ കെട്ടിടത്തിനേക്കാളും ഹൈറ്റിലേക്ക് ടവർ കൊടുത്തിട്ട് അങ്ങനെ സ്വീകരണ ആൻറ്റിനകൾ കൊടുത്തിട്ടാണ് നമുക്ക് ട്രാൻസ്സീവർ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, തരംഗങ്ങൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രസരണം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുള്ള ആൻറ്റിനകൾ പരസ്പരം അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 മൈക്രോവേവ് ടവറുകൾ തമ്മിലുള്ള അകലം നിശ്ചയിക്കുന്നത് തരംഗങ്ങളുടെ ആവൃത്തിയും ടവറുകളുടെ ഉയരവും അനുസരിച്ചിട്ടാണ്. ഇനി മൈക്രോവേവിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ, വയോഡ് മാധ്യമമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ചെലവ് കുറവാണ്. ദുഷ്കരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ സുഗമമായിട്ടുള്ള വിവരവിനിമയം സാധ്യമാക്കുന്നു. പ്രസാരണം നേർരേഖയായതിനാൽ പ്രസാരണ ഉപകരണവും സ്വീകരണ ഉപകരണവും അഭിമുഖമായി തന്നെ സ്ഥാപിക്കണം. അപ്പോൾ ചില മലയിലും കുന്നിലും അങ്ങനെ വലിയ ഇത്തിരി കൂടെ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വയോഡൊക്കെ ചെയ്ത് എടുക്കാമെന്നുള്ള പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നേർരേഖയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രസരണ സ്വീകരണ ഉപകരണങ്ങൾ വഴിയിട്ട് നമുക്ക് ഈ മൈക്രോവേവ് സംരക്ഷണം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പോൾ 300 ഗിഗാ ഹെഡ്സ് മുതൽ 400 ടിഗാ ഹെഡ്സ് വരെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വാല്യൂസ് നമുക്കൊന്നും കൂടി നോക്കാം. ആദ്യത്തേത് റേഡിയോ തരംഗങ്ങൾ 3 കിലോ ഹെഡ്സ് മുതൽ 3 ഗിഗാ ഹെഡ്സ് വരെ, 3 ഹെഡ്സ് മുതൽ 3 ഹെഡ്സ് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോ തരംഗങ്ങൾ 300 മെഗാ ഹെഡ്സ് മുതൽ 300 ഗിഗാ ഹെഡ്സ് വരെ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇൻഫ്രാറെഡ് 300 ഗിഗാ ഹെഡ്സ് മുതൽ 400 ടിഗാ ഹെഡ്സ് വരെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടുന്നുണ്ടുള്ളതെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ മെഗാ ഗിഗാ ആ ഒരു വാല്യൂസിൻ്റെയൊക്കെ ഡാറ്റാ ബിറ്റ്സിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ കാര്യങ്ങൾ അത് നോക്കാത്തവരൊന്ന് നോക്കണം. കാരണം മെഗാ കഴിഞ്ഞിട്ട് ഏതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതൊന്ന് നോക്കിയാലാണ് ഇത് എത്ര കൂടിയതാണോ കുറഞ്ഞതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കൂടാതെ അതിലൊരു പോയിൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതെന്താണെന്നാ അതിൻ്റെ കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. കുറേ പേരൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കണേ. ഒരു വ്യത്യാസം ഉണ്ട് അതിൽ. അപ്പോൾ ആ പിക്ചർ പോയി നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കണേ. അപ്പോൾ 300 ഗിഗാ ഹെഡ്സ് മുതൽ 400 ടിഗാ ഹെഡ്സ് വരെ ആവൃത്തിയുള്ളവയാണ് ഹ്രസ്വദൂര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഏകദേശം 5 മീറ്ററൊക്കെ. അപ്പോൾ ആപ്ലിക്കേഷനുകളെ നിയന്ത്രിക്കുവാനും വിലയിരുത്തുവാനും കൂടാതെ വിവിധ തരത്തിലുള്ള വയർലെസ് വിവരവിനിമയത്തിനൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും എക്സാമ്പിൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ റിമോട്ട്, പിന്നെ കോഡ്ലെസ് മൗസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് തരംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ദൂരത്തിലേക്ക് നമ്മൾ സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ആവൃത്തിയാണ് 300 GHz മുതൽ 400 THz വരെ എന്നുള്ളത്. അപ്പോൾ ടിഗ എന്നുള്ളതൊക്കെ ഉള്ളത് എന്താണെന്ന് നമ്മൾ നോക്കണേ. അതായത് ഇത്തിരി കൂടി കൂടിയ ആവൃത്തിയാണെന്നാണ്. പക്ഷേ നമ്മുടെ എന്താ പറയുക, അയക്കുന്ന ദൂരം കുറവാണ്, 5 മീറ്ററൊക്കെ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നേർരേഖയിലുള്ള വിവരവിനിമയം നടക്കാത്തതിനാൽ വിവരങ്ങൾ ചോർത്തപ്പെടുന്നില്ല. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. നേർരേഖയിലുള്ള വിവരവിനിമയമാണ് നടക്കുന്നത്, അതുകൊണ്ട് വിവരങ്ങൾ ചോർത്തപ്പെടുന്നു, നേർരേഖയിലുള്ളതാണ്. അപ്പം അതായത് ഈ റിമോട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, റേഡിയോ പറയുന്ന സമയത്ത് മുതലേ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ടിവിയുടെ നേരെ പിടിച്ചാൽ മാത്രം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ 2 ഉപകരണങ്ങൾക്ക് മാത്രമേ ഒരു സമയത്ത് വിവരവിനിമയം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 ഉപകരണങ്ങളെ മാത്രമേ നമുക്ക് വിവരവിനിമയത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഖരപദാർത്ഥങ്ങളെ മറികടക്കുവാനുള്ള കഴിവില്ല. റിമോട്ട് കൺട്രോളിനും ടി വിക്കിടയിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നുണ്ടോ, അതായത് നമ്മൾ വേറെ റൂമിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചുമരുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക. ഇനി എത്തിപ്പെടാവുന്ന ദൂരം കൂടുന്തോറും തരംഗശേഷി കുറയുന്നു. അപ്പോൾ ടി വിയുടെ റിമോട്ട് തന്നെ നമ്മൾ ഇത്തിരി കൂടി അകലെ നിന്ന്, ഇപ്പോൾ ചിലർ ഡൈനിങ്ങിൽ ഇരുന്നിട്ട് ടി വി കൺട്രോൾ ചെയ്ത് കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞെക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എത്തിപ്പെടാവുന്ന ദൂരം കൂടുന്തോറും തരംഗശേഷി കുറയുന്നു. ഇനി നമുക്ക് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വയർരഹിത വിനിമയ സംവിധാനങ്ങൾ ഒന്നും കൂടി നോക്കാം. അപ്പോൾ റേഡിയോ തരംഗങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ബ്ലൂടൂത്ത്. എന്താ, ഒരു 2.402 GHz മുതൽ 2.480 GHz വരെയാണ് ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ആവൃത്തി എന്നൊക്കെ പറയാം. 2.402 GHz മുതൽ 2.480 GHz വരെ. അപ്പോൾ ഹ്രസ്വദൂര വിവരവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത് 10 മീറ്ററൊക്കെ. ഇപ്പോൾ സെൽഫോൺ, ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ്, ടാബ്ലറ്റ്, ഹെഡ്സെറ്റ്, ക്യാമറ എന്നിവയിലൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതറിയാം എത്രത്തോളം ദൂരത്തിലത് പോകുന്നു. അപ്പോൾ ഇതിന് നേർരേഖ വേണമെന്നില്ല. പിന്നെ ഒരേ സമയം 8 ഉപകരണങ്ങളെ വരെ ബന്ധിപ്പിക്കാം. വേഗത കുറഞ്ഞ വിനിമയ മാർഗ്ഗമാണ്. 1 Mbps ഒക്കെ ഉള്ളൂ അതിൻ്റെ ഒരു സ്പീഡ്. ഇനി അടുത്തത് വൈഫൈയും നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതൊരു റേഡിയോ തരംഗമാണ്. സെൽഫോൺ, ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയ ഉപകരണങ്ങളിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുവാനായിട്ട് വൈഫൈ ഉപയോഗിക്കുന്നു. വൈഫൈ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങളുടെ ആവൃത്തി 2.4 GHz മുതൽ 5 GHz വരെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബ്ലൂടൂത്തിന് 2.402 GHz മുതൽ 2.480 GHz വരെയാണ്. നമ്മുടെ വൈഫൈക്കാണെങ്കിൽ 2.4 GHz മുതൽ 5 GHz വരെയാണ്. ഇത് ഇരുദിശയിലേക്കുള്ള ഒരേ സമയം തന്നെ ഇരുദിശയിലേക്കുള്ള വിവരവിനിമയത്തിന് സാധ്യമാക്കുന്നു. പിന്നെ കമ്പ്യൂട്ടറിലുള്ള വയർലെസ് അഡാപ്റ്ററിൽ ഡാറ്റയെ റേഡിയോ തരംഗങ്ങളാക്കി മാറ്റുകയും അവയെ ഒരു ആൻറ്റിന ഉപയോഗിച്ച് സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ റൗട്ടറൊക്കെ വീട്ടിലില്ലേ, അതുപയോഗിച്ചിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ആൻറ്റിനയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലതുള്ള ആൾക്കാർക്ക് അതറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ട ഡാറ്റയെ ഇൻ്റർനെറ്റിലേക്കോ ശൃംഖലയിലേക്കോ ഒരു വയേർഡ് ഈതർനെറ്റ് അല്ലെങ്കിൽ വയർലെസ് കണക്ഷൻ വഴി അയക്കപ്പെടുന്നു. ഇതേപോലെ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന ഡാറ്റ റൗട്ടർ വഴി കടന്നു പോവുകയും അവയെ റേഡിയോ തരംഗങ്ങളാക്കി ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള വയർലെസ് അഡാപ്റ്റർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു പിക്ചർ അതിന് താഴെ വരുന്നുണ്ട്, നമുക്ക് അപ്പം നോക്കാട്ടോ. അപ്പോൾ ഈ സാങ്കേതികവിദ്യ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഇൻ്റർനെറ്റ് കണക്ഷൻ പങ്കിടുവാൻ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. കണ്ടോ, ഡാറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു റൗട്ടർ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതും. അതുപോലെ തന്നെ വൈഫൈ ഫോൺ, PC, ഡെസ്ക്ടോപ്പ്, വൈഫൈ ഉപകരണം അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ, ഉപകരണങ്ങൾ തമ്മിലുള്ള നേർക്കാഴ്ച ആവശ്യമില്ല. കാരണം വൈഫൈയുടെ റൗട്ടർ ഒരു സ്ഥലത്ത് നമ്മൾ
സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ തന്നെ ഇരുന്നല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അതിൽ പാസ്വേഡ് ഇട്ടോ ഇടാതെയൊക്കെ നമ്മൾ ഫോണിൽ കണക്റ്റ് ആക്കും. ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണത്തിൽ കണക്റ്റ് ആക്കിയിട്ട് വേറെ എവിടെയെങ്കിലും മാറിയിരുന്നൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഉപകരണങ്ങൾ തമ്മിലുള്ള നേർക്കാഴ്ച ആവശ്യമില്ല. പിന്നെ സംരക്ഷണത്തിൻ്റെ വേഗത 54 Mbps വരെയാണ്. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ 1 Mbps ആണ് നമ്മൾ പറഞ്ഞു, ഇതിന് 54 Mbps വരെയാണ്. ഒരേ സമയം കൂടുതൽ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാം. പിന്നെ 114 അല്ലെങ്കിൽ 375 അടി വരെയുള്ള വിനിമയത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അടിക്കണക്കുന്ന താഴോട്ടോ മുകളിലോട്ടോ ആവാവേ. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു വൈഫൈ കണക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 നില വീടൊക്കെ ആണെങ്കിൽ മുകളിലേക്കും നമുക്ക് ഇത് കിട്ടില്ലേ. അപ്പോൾ അതെന്താ 375 അടി വരെയുള്ള വിനിമയത്തിന് ഇത് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി സ്പീഡ് കുറയും. ഇനി അടുത്തത് വൈമാക്സ്. വേൾഡ് വൈഡ് ഇൻ്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് എന്നാണ് ഈ വൈമാക്സിൻ്റെ ഇത്. അപ്പോൾ വേൾഡ് വൈഡ് ഇൻ്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് ബ്രോഡ്ബാൻഡിൻ്റെയും വയർലെസ്സിൻ്റെയും സവിശേഷതകൾ സംയോജിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വൈമാക്സ് എന്ന് പറയുന്നത്. വൈമാക്സിൻ്റെ ആവൃത്തി 2 GHz മുതൽ 11 GHz വരെയാണ്. അപ്പോൾ 2 GHz മുതൽ 11 GHz. തൊട്ട് മുമ്പ് പറഞ്ഞ വൈഫൈയുടെ ആണെങ്കിൽ 2.4 GHz മുതൽ 5 GHz. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ ബ്ലൂടൂത്ത് ആണെങ്കിൽ 2.402 GHz മുതൽ 2.480 GHz വരെ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പറയാം എന്താണ് വൈമാക്സിൻ്റെ 2 GHz മുതൽ 11 GHz വരെ. ഈ വൈമാക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിവേഗത്തിലും ദീർഘദൂരത്തിലും ഇൻ്റർനെറ്റ് ഉപയോഗം സാധ്യമാകുന്നു നഗരത്തിലുടനീളം. അപ്പോൾ ഈ വൈമാക്സിന് 2 തരത്തിലുള്ള സജ്ജീകരണങ്ങളാണുള്ളത്. സേവനദാതാവ് സാങ്കേതികവിദ്യ വിന്യസിക്കുവാനായിട്ട് ഒരു പ്രത്യേക മേഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളും ഉപഭോക്താവ് സ്ഥാപിച്ചിരിക്കുന്ന സ്വീകരണ ഉപകരണങ്ങളും ചേർന്നതാണ് ബേസ് സ്റ്റേഷൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങളൊക്കെ സജ്ജീകരിച്ച് വെക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇതിൽ എന്താണ് 100 കണക്കിന് ഉപഭോക്താക്കൾക്ക് ഒരു സംരക്ഷണ നിലയവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടവറിൻ്റെ അണ്ടറിൽ കുറേ ഡിവൈസുകൾ നമുക്ക് കണക്റ്റ് ആക്കാൻ സാധിക്കും. 45 കിലോമീറ്റർ പരിധിയിൽ 70 Mbps വരെ വേഗത്തിൽ നമുക്ക് വിവരവിനിമയം നടക്കുന്നു. ഉപകരണങ്ങൾ തമ്മിൽ നേർരേഖയിലുള്ള വിനിമയം ഇവിടെ ആവശ്യമില്ല. പിന്നെന്താ, സംരക്ഷണത്തെ മഴ, കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയൊക്കെ തടസ്സപ്പെടുത്താം. കാറ്റോ മഴ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഈ കണക്ഷൻ കിട്ടാനായിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ അമിതമായിട്ട് ഊർജ്ജം യൂസ് ചെയ്യും. സ്ഥാപിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഉയർന്ന ചിലവ്. കാരണം നമുക്ക് ഈ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് സ്റ്റേഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചിലവ്, പിന്നെ കേബിളുകൾ വലിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത്തിരി ചിലവ് കൂടുതലാണ്. പിന്നെ മഴ, കാറ്റ് ഇതൊക്കെ പ്രതികൂലമായിട്ട് വരും. ഇനി അടുത്തതാണ് നമ്മുടെ സാറ്റലൈറ്റ് ലിങ്ക്. അപ്പോൾ ഉപഗ്രഹ സംരക്ഷണം. ദീർഘദൂര വിനിമയത്തിന് ഉപഗ്രഹ ശൃംഖല ഉപയോഗിച്ച് ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സാധാരണയായിട്ട് ഡാറ്റ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഭൂമിയെ വലം വെച്ച് വിദൂരതയിൽ ഉള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിവ് ഡാറ്റയ്ക്ക് ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡാറ്റയെ ഭൂസ്ഥിര ഉപകരണങ്ങളിലേക്ക് അയക്കുകയും ഉപഗ്രഹം അടുത്ത ഉപഗ്രഹങ്ങളിലേക്കോ വിദൂരതയിലേക്കോ ലക്ഷ്യത്തിലേക്കോ എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ അതേ ദിശയിലും ഭ്രമണവേഗത്തിലും സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് മുകളിലായി നിശ്ചിത സ്ഥാനത്ത് തന്നെ സ്ഥിരമായി കാണപ്പെടുന്നു. ഈ ഉപകരണങ്ങളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ട്രാൻസ്പോണ്ടറുകൾ ഉപയോഗിച്ച് ഡാറ്റ സ്വീകരിക്കുകയും തരംഗങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും, അതായത് ആംപ്ലിഫൈങ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് പുനഃസംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത്
നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ചോദിച്ച് കണ്ടിട്ടുള്ള സംഭവമാണ് ഈ അപ്പ് ലിങ്കും ഡൗൺ ലിങ്കും. അപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഡാറ്റ ഉപഗ്രഹത്തിലേക്ക് കൊടുക്കുന്ന ഇതിനെ നമ്മൾ അപ്പ് ലിങ്ക് എന്ന് പറയും. അതായത് നമ്മൾ അപ്ലോഡിങ് ചെയ്യുമെന്ന് പറയണ പോലെ തന്നെ മുകളിലേക്ക് കൊടുക്കുന്നതിന് അപ്പ് ലിങ്ക് എന്ന് പറയും. താഴേക്ക് കൊണ്ടുവരുന്നതിനെ, അതായത് സ്വീകർത്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഡൗൺ ലിങ്കും എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആയിട്ടുള്ള ട്രാൻസ്പോണ്ടറുകൾ ഉപയോഗിച്ചിട്ട് ഡാറ്റ സ്വീകരിക്കും. ഈ തരംഗങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആംപ്ലിഫയറും യൂസ് ചെയ്യും. ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയണേ. ഭൂമിയിൽ നിന്നും ഉപഗ്രഹങ്ങളിലേക്ക് തരംഗങ്ങളെ അയക്കുന്നതിന് അപ്ലിങ്ക് എന്നും ഉപഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് സംരക്ഷണം ചെയ്യുന്നതിനെ ഡൗൺ ലിങ്ക് എന്നും പറയും. ഒന്നിൽ കൂടുതൽ മൈക്രോവേവ് ആവൃത്തി തരംഗങ്ങൾ ഉപഗ്രഹ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്ലിങ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആവൃത്തി 1.6 GHz മുതൽ 30.0 GHz വരെയും ഡൗൺ ലിങ്കിന് 1.5 GHz മുതൽ 20 GHz വരെയായിരിക്കും. അപ്പോൾ ഇതിൽ വേറൊരു പോയിന്റ്, ഡൗൺ ലിങ്കിൻ്റെ ആവൃത്തി അപ്പ് ലിങ്കിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ മുകളിലോട്ട് കൊടുക്കുന്നതിനേക്കാൾ ആവൃത്തി കുറവായിരിക്കും താഴോട്ട് വരുന്നത് എന്നുള്ളത് ഓർക്കാം. ഇനി ഉപഗ്രഹ സംവിധാനം ചിലവേറിയതാണ്, പക്ഷേ വളരെ കൂടുതൽ വ്യാപ്തിയിൽ സേവനം ലഭ്യമാക്കുവാൻ നമുക്ക് സാധിക്കും. പല രാജ്യങ്ങളിലെയും സാധാരണ സർക്കാരുകളുടെയോ സർക്കാർ അംഗീകരിച്ച സംവിധാനങ്ങളിലൂടെയൊക്കെ കൺട്രോളിലായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യുക. വളരെ വലിയ വ്യാപ്തിയിൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വിവരവിനിമയം നടത്തുവാൻ സാധിക്കുന്നു. ഈ സംവിധാനം ചെലവേറിയതാണ്. നിയമപരമായിട്ടുള്ള അംഗീകാരവും അനുമതിയും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപഗ്രഹ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തൽക്കാലം ഇത്ര മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ വിനിമയ ഉപകരണങ്ങളും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കണം. ഈ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു മീഡിയം. അപ്പോൾ അത് ഫുള്ളും എല്ലാവരും വായിക്കണം. ഒന്നും കൂടി സംശയങ്ങളുള്ളത് ചോദിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.